ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ ഇതേപോലൊരു വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് നമുക്കിങ്ങനെ ഒരു ബ്ലർ എഫക്റ്റിലേക്ക് മാറ്റി എഡിറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ VN വീഡിയോ എഡിറ്റർ ഓപ്പൺ ചെയ്തു, പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ന്യൂ പ്രോജക്റ്റ് ക്ലിക്ക് ചെയ്ത് നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട വീഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വീഡിയോ ടൈംലൈനിലേക്ക് ആഡായി. നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട ഭാഗം ഇത്രയൊരു പോർഷൻ വെച്ചതിന് ശേഷം നമുക്ക് ട്രിം ചെയ്ത് ബാക്കിയുള്ള ഭാഗം ഡിലീറ്റ് ചെയ്ത് മാറ്റാം. ഇനി ഇത്രയൊരു ഭാഗമാണ് നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടത്. അതിനായിട്ട് നമുക്ക് ഈ വീഡിയോ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് എന്നൊരു ഐക്കൺ കാണാം, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. അതിനുശേഷം താഴെ നിന്ന് റൈറ്റിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ പിപ്പ് ട്രാക്ക് എന്നൊരു ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ വീഡിയോ വേറൊരു ലെയറിലേക്ക് വന്നു. ഇനി നമുക്കിത് മൂവ് ചെയ്ത് ഏറ്റവും ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാം. ഇനി ഈ ബാക്കിയുള്ള എക്സ്ട്രാ ഭാഗം നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇനി നമുക്ക് മുകളിലത്തെ ലെയറെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ താഴെ ഫിറ്റ് എന്നൊരു ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിത് ഫുൾ സ്ക്രീനിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് താഴത്തെ ലെയർ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ബ്ലർ എന്നൊരു ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ബേസിക് ബ്ലർ സെലക്ട് ചെയ്ത് ഇതൊരു 50 ആക്കി സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഓക്കെ കൊടുക്കാം. ഇനി വീണ്ടും ഫസ്റ്റ് ലെയർ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ താഴെയായിട്ട് നമുക്ക് കട്ടൗട്ട് എന്നൊരു ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം AI കട്ടൗട്ട് സെലക്ട് ചെയ്തതിന് ശേഷം ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് ഈ ഫെദർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ശേഷം ഓക്കെ കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് ബ്ലറായി മാറിയിട്ടുണ്ട്. ഇതേപോലെ വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ബ്ലർ എഫക്റ്റ് ആഡ് ചെയ്യാൻ സാധിക്കും.